ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടൊരു ഫ്രൂട്ട്സ് കേക്കാണ്. എല്ലാ ഫ്രൂട്ട്സും കൂടെ കൂട്ടിയിട്ടുള്ളൊരു അടിപൊളി കേക്ക്. നല്ല ടേസ്റ്റ് രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യും. 2 മുസമ്പി തോലി കളയാതെ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതിൽ ഇട്ടെടുക്കുക. പിന്നെ ആപ്പിള്, പൈനാപ്പിള്, ഈത്തപ്പഴം എത്ര വേണ്ടിച്ച് നമുക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലിട്ട് സൂക്ഷിച്ചൊക്കെ വീണ്ടും ഉണ്ടാക്കാം. അങ്ങനെ ഒരു കപ്പ് അതിന് എടുത്തിട്ടുള്ളൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈത്തപ്പഴം കുരു കളഞ്ഞത്, ആ ഈത്തപ്പഴത്തിൻ്റെ കളറ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഈത്തപ്പഴം, അതുകൊണ്ടാണ് ആ കളറ്. പിന്നെ ഉണക്കമുന്തിരി, പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിക്കണ മിക്സി ഉണ്ടാവില്ല, അതിലെടുത്തിട്ട് പൊടിച്ചെടുക്കുക. ഏകദേശം ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാൻ വെക്കുക. അതിലേക്ക് ഒരു അരക്കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇതായതിനു ശേഷം കാരമായത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരമലായി എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട്സ് ഇല്ല അതിൻ്റെ ഇത് മുസമ്പി തൊലി കളഞ്ഞാൽ കഴിക്കൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു സ്പൂണോളം തേൻ ഒഴിച്ച് കൊടുക്കുക. പിന്നെ രണ്ടാമത് കാരമലൊന്നും കൂടി ചെയ്യുക, പഞ്ചസാര. അത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കേക്കിൻ്റെ പാത്രത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ദിവസം നെയ്യൊക്കെ പുരട്ടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നേരം നമ്മൾ പൊടി ഒരു ഗ്ലാസ് മൈദപ്പൊടി, 250 ml ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടി, പിന്നെ 1 ഗ്ലാസ് പൊടി, പിന്നെ 1 സ്പൂണ് പാൽപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ്, പിന്നെ 1/4 സ്പൂണ് ഇതിൻ്റെ എന്താ പറയുക സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും കൂടെ കൂട്ടിയിട്ട് അത്, പിന്നെ 2-3 മുട്ട, ഇതൊക്കെ നന്നാക്കിയിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് ഒരു ഡ്രോപ്പ് ഇത് വാനില എസൻസ്, പിന്നെ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര മെല്ലെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് ഇതാവൊന്നും വേണ്ട, നമ്മൾ ഈ ഇതുള്ളൊരു കേക്കെല്ലാം ഉണ്ടാക്കണത് കൊണ്ട്. അത് പിന്നെ പൊടിയിട്ട് കൊടുത്ത് മെല്ലെ ഇളക്കിയിട്ടെടുക്കുക. അങ്ങനെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പ് ചൂടാക്കി വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഫ്രൂട്ട്സ്, 1 കപ്പ് ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. ഒരു 250 ഗ്ലാസ്സിനുള്ള ഇതുണ്ടാവും ഫ്രൂട്ട്സ്, അതെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ പൊടിക്കനുസരിച്ചിട്ട് തന്നെ. പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് പൊടിച്ചിട്ട് ഇട്ടെടുക്കാം. എന്തൊക്കെയുണ്ട് അതൊക്കെ. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക പൊടിച്ച് അടിപൊളി ടേസ്റ്റ്. ഈ രീതിക്ക് ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യും. നല്ല രസമാണ് ഇത് ചായക്ക്. ഈ കേക്കൊന്നും ഉണ്ടാക്കി നോക്കി, ഫ്രൂട്ട്സ് കേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്.